ജില്ലാ വിദ്യാഭ്യാസ ഗുണമേന്മാ സമിതി അവധിക്കാല അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. QIP മോണിറ്ററിംഗിന്റെ ഭാഗമായി കായംകുളം BRCയിലെ അവധിക്കാല അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് വിലയിരുത്തലും അധ്യാപകരുടെ അഭിപ്രായങ്ങളും സംഘം സ്വരൂപിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഗുണമേന്മാ സമിതി അവധിക്കാല അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. QIP മോണിറ്ററിംഗിന്റെ ഭാഗമായി കായംകുളം BRCയിലെ അവധിക്കാല അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് വിലയിരുത്തലും അധ്യാപകരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കലും നടത്തി. അവധിക്കാല അധ്യാപക സംഗമം 2024 അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാം സ്പെല്ല് അധ്യാപക പരിശീലനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒന്നാം ക്ലാസ് മുതൽ ഹൈസ്കൂള്, LP, UP, ഹൈസ്കൂള് എല്ലാ പരിശീലനങ്ങളും നടന്നു വരുന്നു. പുതിയ മാറിയ പാഠപുസ്തകങ്ങൾ 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളെ അധികരിച്ച് കരിക്കുലം മാറിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശീലനങ്ങൾ കൂടിയാണ് ഈ അവധിക്കാല അധ്യാപക സംഘത്തിൽ പരിചയപ്പെടുത്തുന്നത്. പുതിയ കരിക്കുലം, അതായത് KCF കേരള വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2024 അടിസ്ഥാനമാക്കി നടത്തിയ പാഠപുസ്തകങ്ങൾ മാറിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പരിശീലനങ്ങൾ കൂടിയാണ്. കൂടാതെ ഇപ്പോൾ 1ാം ക്ലാസ്സിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളിലുമൊക്കെ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ChatGPT, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിനെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനങ്ങളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. SCERT തയ്യാറാക്കിയ പാഠപുസ്തകങ്ങൾ, അതിൻ്റെ വിനിമയവും അതുപോലെ തന്നെ പുതിയ മാർഗരേഖകളും ഒക്കെ അവലംബിച്ചുകൊണ്ടാണ് ഈ പരിശീലനങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഈ പുതിയ അക്കാദമി വർഷം നല്ല രീതിയിൽ കുട്ടികൾക്ക് പങ്കെടുക്കുവാനും പ്രവർത്തിക്കുവാനും പുതിയ നോളജ് അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെയുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. രണ്ടാം ഘട്ട അധ്യാപക പരിശീലനത്തിന്റെ LP, UP, HS വിഭാഗങ്ങളിലായി 8 കേന്ദ്രങ്ങളാണ് കായംകുളം മേഖലയിലുള്ളത്. അടുത്ത അധ്യയന വർഷത്തെ പഠന പ്രവർത്തനങ്ങൾക്ക് വേണ്ട ആസൂത്രണവും മുന്നൊരുക്കവും നല്ല രീതിയിൽ പരിശീലന സെഷനുകളിൽ നടക്കുന്നുണ്ടെന്നും 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ മാറിവരുന്ന പുതിയ പാഠപുസ്തകം അധ്യാപകർക്ക് പരിചയപ്പെടുത്തുന്ന സെഷനുകൾ ക്രിയാത്മകമായി നടക്കുന്നുവെന്നും സംഘം വിലയിരുത്തി. അധ്യയന വർഷക്കാലം ഏറ്റവും മികവാർന്ന രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് നേടിയെടുക്കേണ്ട പഠന ശേഷികൾ കൃത്യമായി നേടിയെടുക്കുവാനും അതിനുവേണ്ട ആസൂത്രണവുമാണ് ഈ അവധിക്കാല സംഗമത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്നത്. 1 മുതൽ 9 വരെ ഇടവിട്ട ക്ലാസ്സുകളിൽ പുതിയ പാഠപുസ്തകം വരികയാണ്. നമ്മുടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കാര്യക്ഷമമായ രീതിയിലുള്ള ചർച്ചകൾക്കും പൊതുചർച്ചകൾക്കും നിരവധി പേരുടെ അഭിപ്രായ സ്വരൂപണത്തിനുമൊക്കെ ശേഷമാണ് 29ഓളം ഫോക്കസ് ഗ്രൂപ്പുകൾ ചർച്ച ചെയ്തിട്ടാണ് നമ്മുടെ പുതിയ പാഠപുസ്തകം വിദ്യാർത്ഥികളുടെ പഠന പ്രക്രിയയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊഡ്യൂളുകൾ കൃത്യമായ രീതിയിൽ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ പരുവപ്പെടുത്തുവാനും അതോടൊപ്പം തന്നെ എങ്ങനെയുണ്ട് ഈ ക്ലസ്റ്റർ, നിങ്ങൾക്ക് പ്രയോജനപ്രദമാണോ, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ്, അതേപോലെ തന്നെ RPമാരുടെ സേവനം മികവാർന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ, നമ്മുടെ കുട്ടികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിൽ ഉള്ളതായിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഈ മൊഡ്യൂളിൽ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ട്രാൻസാക്ട് ചെയ്യാൻ ഇവിടുത്തെ RPമാർക്ക് കഴിയും. അത് നമ്മുടെ ക്ലാസ്സിൽ കുട്ടികൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ അത് കുട്ടികൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ നിങ്ങൾക്കെല്ലാം കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കരുത്തുള്ളവരാക്കി മാറ്റുവാൻ മാറുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികളെ നല്ല നിലയിൽ ഉന്നത വിദ്യാഭ്യാസ നേടിയെടുക്കുന്നതിനും മറ്റ് വികസിത രാജ്യങ്ങളിൽ ഉള്ള വിദ്യാഭ്യാസത്തെ കിടപിടിക്കുന്ന തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കുന്നതിനും നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏവരും തൃപ്തരാണെന്നും പറഞ്ഞു. ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഗുണമേന്മാ സമിതി സംഘത്തിൽ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ KG ബിന്ദു, SSK പ്രോഗ്രാം ഓഫീസർ ബാബുനാഥ്, അംഗങ്ങളായ അനസ് M അഷ്റഫ്, ഗോപികൃഷ്ണൻ, രഘുകുമാർ, മുജീബ് A, ബീന, ദീപ എന്നിവരാണ്. يا مشاهدون أيها المشاهدون نرى هذه المسابقة الثور قويا شديدا. يا الله هذا الثور زر لا يا الله هذه المباراة جميلة شوف هذا يا الله الناس يشاهدون قمة والفرح منظر جميل. ماذا يحدث يا الله هذا يا واحد يزرع يلا 4 يزرع 3 4 5 6 7 8 9 يلا يلا CD Net News കായംകുളം.